നെക്സ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫൈൻഡ് ദ സം ഓഫ് ദ ഫോളോയിങ് സീരീസ്. സിഗ്മ ഈക്വൽ ടു 0 to infinity 3 raised to I minus 2 raised to I by 6 raised to I. ഇവിടെ വേരിയബിൾ എന്താണെങ്കിലും ആവട്ടെ. അപ്പൊ I ഈക്വൽ ടു 0 to infinity, ഇവിടെ അടുത്ത് n ഈക്വൽ ടു ആ വേരിയബിൾ അനുസരിച്ച് അകത്തുള്ള വേരിയബിൾ മാറിയാൽ മതി, നോ പ്രോബ്ലം. ഓക്കെ, സോ ഇവിടെ 3 raised to I by minus 2 raised to I by 6 raised to I ആണ് നമ്മുടെ ഗിവൺ സീരീസിന്റെ ith ടേം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സീരീസിന്റെ കൺവേർജൻസിനെ കുറിച്ച് ഫൈൻഡ് ദ സം. ഈ ഫൈൻഡ് ദ സം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൺവേർജ് ചെയ്യുന്ന പോയിന്റ് ആണ്. ഫൈൻഡ് സം, ഇതിന്റെ വാല്യൂ സംതിങ്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ അതിനായിട്ട് നമ്മൾ ഇതിന്റെ പാർഷ്യൽസും സീക്വൻസ് ഒക്കെ എടുത്ത് ചെയ്യുന്നതിന് പകരം ഇപ്പൊ പഠിച്ച കുറച്ച് ടെസ്റ്റുകൾ അപ്ലൈ ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, 3 raised to I minus 2 raised to I by 6 raised to I ഇങ്ങനെ എഴുതിക്കൂടെ? സ്പ്ലിറ്റ് ചെയ്തിട്ട് 3 raised to I by 6 raised to I minus 2 raised to I by 6 raised to I ഓർ എങ്ങനെ എഴുതാം? 3 by 6 whole raised to I അല്ലെങ്കിൽ 1 by 2 3 by 6 വെച്ചാൽ 1 by 2 അല്ലേ? സോ 1 by 2 whole raised to I 2 by 6 ഇങ്ങനെ എഴുതാം 1 by 3. സോ 1 by 2 whole raised to I minus 1 by 3 whole raised to I എന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സിഗ്മ ഒരു സീരീസ്. അപ്പൊ ഇത് രണ്ട് സീരീസ് അല്ലേ? നമുക്ക് സിഗ്മ എ കെ മൈനസ് ബി കെ ഫോമില് സിഗ്മ എ കെ മൈനസ് ബി കെ ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സിഗ്മ എ കെ മൈനസ് സിഗ്മ ബി കെ, കറക്റ്റ്. സോ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ ഇതിന്റെ കൺവേർജൻസ് പറയാൻ വേണ്ടിട്ട് ഇത് സെപ്പറേറ്റ് ചെയ്ത് രണ്ടിന്റെയും കൺവേർജൻസ് പറഞ്ഞാൽ പറ്റും. രണ്ടും കൺവേർജന്റ് ആണെങ്കിൽ ഇത് കൺവേർജന്റ്, ഇത് ഏതെങ്കിലും ഒന്ന് ഡൈവേർജന്റ് ആണെങ്കിൽ ഇത് ഡൈവേർജന്റ്. ക്ലിയർ? അത് നമ്മൾ പഠിച്ചില്ലേ? ബേസിക് ആയിട്ടുള്ള തിയറംസ് ഒക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഏതെങ്കിലും തരത്തിൽ പോസിബിൾ ആയിട്ട് റീഅറേഞ്ച്മെന്റ്സോ സിംപ്ലിഫിക്കേഷനോ ചെയ്യുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു ഫോർമാറ്റിലേക്ക് എത്തുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ബെറ്റർ. ക്ലിയർ? സോ കൺവേർജിങ്, ഇതിന്റെ കൺവേർജിങ് പറയണം. സിഗ്മ ഈക്വൽ ടു 0 to infinity 1 by 2 power I minus 1 by 3 power I നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് സിഗ്മ 0 to infinity സിഗ്മ ഈ വേരിയസ് ഫ്രം 0 to infinity 1 by 2 power I യുടെ സീരീസ് ആയിട്ടും സിഗ്മ ഈക്വൽ ടു 0 to infinity 1 by 3 power I എന്നുള്ള വേറൊരു സീരീസ് ആയിട്ടും പറയുന്നു. ദേ ആർ ജോമെട്രിക് സീരീസ്, റൈറ്റ്? നമ്മൾ ജോമെട്രിക് സീരീസ് എങ്ങനെയാ പറഞ്ഞത്? സിഗ്മ എങ്ങനെ പഠിച്ചു ഓർക്കുന്നുണ്ടോ? സിഗ്മ എ കെ ഓർക്കുന്നില്ല? അതായത് നമ്മൾ പഠിക്കുന്ന സീരീസ് എ എൻ എൻ റേസ് ടു ആർ, ഇവിടെ ആറാണ് എടുക്കുന്നതെങ്കിൽ ആ രീതിക്ക് സിഗ്മ എ എൻ എ കെ എൻ പവർ കെ ആ രീതിക്ക്, അല്ലെങ്കിൽ എ എൻ എൻ മൈനസ് ഹോൾ പവർ കെ ആ രീതിക്ക് എടുക്കുന്ന ഒരു ജോമെട്രിക് സീരീസ് എടുക്കുമ്പോൾ അങ്ങനെയുള്ള ജോമെട്രിക് സീരീസിന്റെ സം കണ്ടുപിടിക്കാനുള്ള അത് കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ ചെക്ക് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഓർക്കുന്നുണ്ടോ? അതായത് സിഗ്മ ഈക്വൽ ടു 1 by 2 ഹോൾ പവർ ഐ എന്റെ ഈ സീരീസ് എങ്ങനെ എഴുതാം? ഐക്ക് 0 കൊടുക്കുമ്പോൾ 1, ഐക്ക് 1 കൊടുക്കുമ്പോൾ 1 by 2, I 2 കൊടുക്കുമ്പോൾ 1 by 4. കോമൺ റേഷ്യോ എന്താ വരുന്നത്? 1 by 2 അല്ലെ? പ്ലസ് എക്സെട്ര 1 by 2 ആണ് ഓരോ ടേമിലും മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് സീരീസ് എ എന്ന് പറയുന്നത് 1ഉം കോമൺ റേഷ്യോ ആർ 1 by 2 ആയിട്ടുള്ള ഒരു സീരീസ് ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത് 6, അതിന് 1 plus 1 by 3 plus 1 by 9 plus എക്സെട്ര എന്ന് പോകും. സോ ഫസ്റ്റ് ടേം 1ഉം 6 കോമൺ റേഷ്യോ 1 by 3 ഉള്ള സീരീസ് ആണ് ഇത്. ഓക്കെ അല്ലേ? അവിടെ എപ്പോഴാണ് കൺവേർജന്റ് ആവുക? ആറിന്റെ വാല്യൂ ലെസ് ദാൻ 1 ആകുമ്പോൾ അല്ലെ? ഒരു ജോമെട്രിക് സീരീസ് കൺവേർജൻ ആണെങ്കിൽ ആ കോമൺ റേഷ്യോ ലെസ് ദാൻ 1 ആയിരിക്കണം. 1 by 2 1 by 3 ലെസ് ദാൻ 1 അല്ലേ? സോ രണ്ട് സീരീസും കൺവേർജന്റ് ആ, ശരിയല്ലേ? അതായത് നമുക്ക് അറിയാവുന്ന രണ്ട് സീരീസും സിഗ്മ 1 by 2 ഹോൾ പവർ ഐയും സിഗ്മ 1 by 3 ഹോൾ പവർ ഐയും രണ്ട് ജോമെട്രിക് സീരീസ് ആണ് വിത്ത് കോമൺ റേഷ്യോ 1 by 2 and 1 by 3. അവിടെ കൺവേർജൻ ജോമെട്രിക് സീരീസ് കൺവേർജൻ ആണെങ്കിൽ ആർ ലെസ് ദാൻ 1 ആവണമായിരുന്നു. ഇവിടെ ആർ എന്താ 1 by 2, ഇവിടെ ആർ എന്താ 1 by 3, രണ്ടും ലെസ് ദാൻ 1 ആയിട്ടുള്ള ക്വാണ്ടിറ്റി അല്ലേ? സോ ദീസ് ടു സീരീസസ് ആർ കൺവേർജന്റ്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഡിഫറൻസ് ആയി ഇതും കൺവേർജന്റ് ആയിരിക്കില്ലേ? അതിന്റെ വാല്യൂ എങ്ങനെ കാണാം? ഒരു ഇൻഫിനിറ്റ് ജോമെട്രിക് സീരീസ് സമയം എന്താ? a by 1 minus r. അത് പഠിച്ചല്ലേ ഇൻഫിനിറ്റ് ജോമെട്രിക് സീരീസിന്റെ സമ്മ. ഫൈനൈറ്റ് ജോമെട്രിക് സീരീസ് ആകുമ്പോൾ എങ്ങനെയാ പറഞ്ഞേ? a into r ലെസ് ദാൻ 1 ആണെങ്കിൽ 1 minus r raised to n by 1 minus r. ഇത് r ലെസ് ദാൻ 1 ആകുമ്പോൾ ഒരു ജോമെട്രിക് സീരീസിന്റെ സമ്മ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഫൈനൈറ്റ് ആകുമ്പോൾ, ഇൻഫിനിറ്റ് ആകുമ്പോൾ ഫോർമുല എന്താ? a by 1 minus r. അത് നമ്മൾ പഠിച്ചിരുന്നു. സോ ഇവിടെ r എത്രയാ? 1 by 2. സോ 1 by 1 minus 1 by 2. a എത്രയാ? 1 തന്നെയാണ്. ഇവിടെയും a 1 തന്നെയാണ്, r 1 by 3. സോ മൈനസ് 1 by 1 minus 1 by 3. ഫൈനൽ ആൻസർ ഇസ് 1 by 2. ക്ലിയർ? അടുത്ത എക്സാമ്പിൾ സിഗ്മ n ഈക്വൽ ടു 1 to infinity 2 raised to n minus 1 by 3 raised to n. സിഗ്മ n ഈക്വൽ ടു 1 to infinity ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 2 raised to n by 3 raised to n അല്ലെങ്കിൽ 2 by 3 ഹോൾ പവർ n മൈനസ് 1 by 3 ഹോൾ പവർ എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടെയും അതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ട് സീരീസുകളുടെ ഡിഫറൻസ് ആയിട്ട് കിടക്കണേ. സോ ഫസ്റ്റ് സീരീസ് ആൻഡ് സെക്കൻഡ് സീരീസ് എടുത്തിട്ട് അവരുടെ കൺവേർജൻസോ ഡൈവേർജൻസോ വെച്ചിട്ട് നമുക്ക് എന്താ പറയാം? ഈ ഹോൾ സമ്മിന്റെയോ ഡിഫറൻസിന്റെയോ പറയാൻ പറ്റും. സോ സിഗ്മ 2 by 3 ഹോൾ പവർ n ഉണ്ട്, സിഗ്മ 1 by 3 ഹോൾ പവർ n ഉണ്ട്. രണ്ടും ജോമെട്രിക് സീരീസ് അല്ലേ?
കൺവേർജൻ ആണോ ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ടേം ഇതിന് 2/3 n 1 to infinity സോ n 1 കൊടുക്കുമ്പോൾ 2/3 കോമൺ റേഷ്യോ 2/3. അടുത്തതിൽ ഫസ്റ്റ് ടേം ഇവിടെയും n 1 0 അല്ല, സോ n 1 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേം 1/3 കോമൺ റേഷ്യോ 1/3. ഇത് രണ്ടും ആറ് എന്ന് പറയുന്നത് ഏതാ 2/3 ഇവിടെ 1/3 1 ആയിട്ടുള്ള ക്വാണ്ടിറ്റി അല്ലേ. സോ ഈ രണ്ട് സീരീസും കൺവേർജന്റ് ആണ്. ഈ രണ്ട് സീരീസും ഇതും കൺവേർജന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഡിഫറൻസും കൺവേർജന്റ് ആണ് ബൈ ആൾജിബ്രൈക് റൂൾസ്. നമ്മൾ തൊട്ട് മുന്നേ തീരം പഠിച്ചില്ലേ, അപ്പൊ നമുക്ക് അതിന്റെ റിസൾട്ട് ഉണ്ട്, ആൻസർ കിട്ടും. അത് കൺവേർജന്റ് ആണെങ്കിൽ ആൻസർ കിട്ടും. സോ ഇതും അതേപോലെ ഇൻഫിനിറ്റ് ജോമെട്രിക് സീരീസ് a/1 - r ഇവിടെ എത്രയാ 2/3 r 2/3 സോ 2/3/1 - 2/3 മൈനസ് ഇതിന് എങ്ങനെയാ a/1 - 3 വരുമ്പോൾ 1/3 by 1 - 1/3 which is answer 3/2. clear? Next series is sigma n equal to 1 to infinity -1 whole raised to n plus 1 into 3/2 power n. ഇത് ഒരുമിച്ചാണ് 2/3 whole 3/2 2 power n. സോ ആദ്യം n ന് വാല്യൂ എടുക്കുക. n ന് 1 കൊടുക്കുമ്പോൾ പവർ എന്താവും -1 സ്ക്വയർ, അപ്പൊ പോസിറ്റീവ്. അപ്പൊ 3/2 raised to 1 അപ്പൊ which is 3/2. അടുത്തത് ഈ -1 വന്നാൽ തന്നെ നമുക്ക് എന്താ ഓൾട്ടർനേറ്റീവ് പ്ലസ് മൈനസ് ആ. n ന് 2 കൊടുക്കുമ്പോൾ ഹോൾ പവർ -3 ആയി, സോ 3 ആയി, സോ -1 തന്നെയാവും. സോ -3/2 into 1/2 ഒരു 2 എക്സ്ട്രാ ആവുന്നില്ലേ, അല്ലെങ്കിൽ 3/2 സ്ക്വയർ എന്ന് എഴുതിയാലും മതി. 3/2 സ്ക്വയർ 3/4 അതിനാണ് 3/2 into 1/2 എഴുതിയിരിക്കുന്നത്. അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, ജോമെട്രിക് സീരീസ് ആണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. സോ അടുത്ത ടേം 3/2 into 1/2 സ്ക്വയർ -6 ഓൾട്ടർനേറ്റീവ് പ്ലസ് മൈനസ് 1 അതിനാണ് ഓൾട്ടർനേറ്റീവ് സീരീസ് വിളിക്കുന്നത്. നിങ്ങൾക്ക് വരുന്നുണ്ട് ഓൾട്ടർനേറ്റീവ് സീരീസിന് ഡൈവേർജൻസും കൺവേർജൻസും വരുന്നുണ്ട്. സോ ഈ ഒരു സീരീസിൽ ഓക്കെ എന്ത് കോമൺ ആയിട്ട് എടുക്കാം? ഇത് നോക്കുമ്പോൾ ഓൾട്ടർനേറ്റ് ഒരു പെർട്ടിക്കുലർ ടേം മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കാണുന്നില്ല. ഓൾട്ടർനേറ്റീവ് പ്ലസും മൈനസും മാറി വരുന്നത്. അപ്പൊ ഏത് ടേം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ എല്ലാ ടേമൊന്നും ഇവിടെ എടുക്കാം. ഒരു നെഗറ്റീവ് ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ പ്ലസ് ആവില്ലേ, എന്നിട്ട് ഓരോ 1/2 നെഗറ്റീവ് വരും. നെഗറ്റീവ് പുറത്തെടുക്കുന്ന ഓരോ ഉള്ളിലുള്ള ടേംസിന് നെഗറ്റീവ് വരില്ലേ. സോ -1/2 -1/2 ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് വരും. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എടുക്കാം? ഈ ഒരു ഗിവൺ സീരീസിന് കോമൺ റേഷ്യോ എന്താ -1/2. കണ്ടോ, നമുക്ക് എഴുതുമ്പോൾ ഓരോ ടേമിലും -1/2 അല്ലേ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നേ. സോ -1/2 കോമൺ റേഷ്യോ ആണ്. അപ്പം നമ്മൾ പറഞ്ഞിരുന്നു മോഡ് r ലെസ് ദാൻ 1 ആകുമ്പോൾ, വെറും r ലെസ് ദാൻ 1 ആകുമ്പോഴല്ല, മോഡ് r ലെസ് ദാൻ 1 ആകുമ്പോഴാണ് അത് കൺവേർജന്റ് ആവുന്നതെന്ന് ഒരു ജോമെട്രിക് സീരീസ്. ഇവിടെ മോഡ് r എന്താ 1/2 സ്ട്രിക്ട്ലി ലെസ് ദാൻ 1 ആണ്. സോ ഇറ്റ് ഈസ് കൺവേർജന്റ്. സോ അതിന്റെ സം എങ്ങനെ കാണാം? ഇൻഫിനിറ്റ് ജോമെട്രിക് സീരീസിനെ പോലെ. ഇതിനെങ്ങനെ കോമൺ റേഷ്യോ -1/2 അല്ലേ. ഫസ്റ്റ് ടേം 3/2, സോ ഫസ്റ്റ് ടേം a/1 - r -1/2 ആൻസർ 1. ഇത്രയും വലിയ സീരീസ് സം 1 ഈക്വൽ ടു 1 എന്നാണ് ആൻസർ കിട്ടിയത്. ക്ലിയർ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചോളാം. Show that the following series diverges. ഈ സീരീസ് ഡൈവേർജന്റ് ആണെന്ന് കാണിച്ചു കൊടുക്കാൻ. ഡൈവേർജന്റ് ആണെന്ന് കാണിച്ചു കൊടുക്കാൻ നമ്മൾ ഒരു ഇതുവരേക്കും ഒന്നേ പഠിച്ചുള്ളൂ. ഏതാത്? ith ടേം 0ലേക്ക് പോയില്ലെങ്കിൽ, ith ടേം 0ലേക്ക് പോയിട്ടില്ലെങ്കിൽ ഡൈവേർജന്റ് എന്ന് പറയാം. പഠിച്ചില്ലേ? സോ നമുക്ക് ആ ടെസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഇതിന്റെ ith ടേമിന് ഒരു ജനറൽ ഫോർമാറ്റ് വേണ്ടേ? അതിന് ഇത് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഏതെങ്കിലും ജനറൽ ഫോർമുല? ഇതിപ്പോ നമ്മളിപ്പോ 1 + 1/2 + 1/4 + എക്സെട്ര. അപ്പൊ നമ്മൾ ഇതിന്റെ ith ടേം എന്താ? 2ന്റെ പവറാ വരുന്നത്. അപ്പൊ ith ടേം 1/2 power i. ശരിയല്ലേ? ഓരോന്നിലും ഡിനോമിനേറ്റർ വരുന്നത് 2ന്റെ പവേഴ്സ്. അപ്പൊ ഇങ്ങനെയാണ് ith ടേം വരിക. നമുക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും. അല്ലെങ്കിൽ 1 + 1/2 + 1/3 ആണെങ്കിൽ ith ടേം 1/i ആണെന്ന് മനസ്സിലാക്കാം. പക്ഷെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ith ടേം മനസ്സിലാവുന്നില്ല. നമുക്ക് ജനറൽ ഫോർമുല എഴുതുമ്പോൾ ith ടേം വേണമല്ലോ. സോ ith ടേം മനസ്സിലാവുന്നില്ല. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. എങ്ങനെ റീഅറേഞ്ച് ചെയ്യുന്നത്? ഈ 1 + 1/2 1.5നെ 2 - ½ എന്ന് എഴുതിക്കൂടെ? 1.5 ഉണ്ടെന്ന് അര പോയ ശരിയല്ലേ? സോ 1.5 is equal to 2 - ½ എന്ന് എഴുതാം. 3/4 എഴുതാം. 4 - 1/4 7 7/8 8 - 1/8. അങ്ങനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ ഉള്ളത് എന്താ? 2ന്റെ പവേഴ്സ്. അത് തന്നെയല്ലേ ഈ താഴെയും വരുന്നത്. അപ്പൊ നമുക്കൊരു ജനറൽ ഫോം കിട്ടില്ല. എന്താ അത്? 2 power n - 1/2 power n. ഇവിടെ ഉള്ളതെല്ലാം 2ന്റെ പവേഴ്സ്. ഡിനോമിനേറ്റർ വരുന്ന 2ന്റെ പവേഴ്സ്. അപ്പോൾ ജനറൽ ടേം കിട്ടിയില്ലേ? nth ടേം കിട്ടിയില്ലേ? 2 power n - 1/2 power n. i ആണെങ്കിൽ 2 power i - 1/2 power i. ഇത് ഹോൾ പവർ എന്ന് എടുത്താലും 1/2 power എടുത്താലും കുഴപ്പമില്ല. ഇവിടെ i എടുത്തുകൊണ്ട് i എടുത്തു. ഏത് വേരിയബിൾ വേണമെങ്കിലും എടുക്കാം. ഓക്കെ, ഇതൊരു 2 power i സിഗ്മ 2 power i അതൊരു ജോമെട്രിക് സീരീസ് അല്ലേ? സിഗ്മ 2 power i. പക്ഷെ ആ ജോമെട്രിക് സീരീസ് കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഒരു സീരീസ്, അതായത് നമുക്ക് ഇങ്ങനെയുള്ള സീരീസിന് സിഗ്മ 2 raised to i - 1/2 ഹോൾ പവർ i, ഈ ഒരു സീരീസ്
കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ നമുക്ക് അറിയണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നില്ലെങ്കിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക. ഇങ്ങനെ എഴുതുന്നതിനേക്കാളും കുറച്ചുകൂടി എനിക്ക് തോന്നിയിട്ട് കൺവീനിയൻസ് ഇങ്ങനെ എഴുതുക, സിഗ്മ ഈക്വൽ ടു 1 to infinity 2 power i മൈനസ് സിഗ്മ ഈക്വൽ ടു 1 to infinity 1/2 power i. ഇത് രണ്ടും ജോമെട്രിക് സീരീസ് അല്ലേ, ഇതിന്റെ കോമൺ റേഷ്യോ 2, ഇതിന്റെ കോമൺ റേഷ്യോ 1/2. ഇവിടെ മോഡ് ആർ ഗ്രേറ്റർ ദാൻ 1, അപ്പൊ ഇത് ഡൈവേർജന്റ് അല്ലെ. ജോമെട്രിക് സീരീസിന്റെ കൺവേർജൻസ് എങ്ങനെ പറയാം, ആർ നമ്മൾ എടുക്കുന്ന മോഡ് ആർ ലെസ് ദാൻ 1 ആണെങ്കിൽ കൺവേർജന്റ്, ഇവിടെ മോഡ് ആർ എന്ന് പറഞ്ഞാൽ 2 ആ, ഗ്രേറ്റർ ദാൻ 1 ആ, സോ ഇത് ഡൈവേർജന്റ്. ഇതെന്താ 1/2, ഇവിടെ കോമൺ റേഷ്യോ 1/2, അപ്പൊ ഇത് കൺവേർജന്റ്, ഇത് കൺവേർജന്റ്, ഇത് ഡൈവേർജന്റ്, അപ്പൊ അതിന്റെ ഡിഫറൻസ് ഒബ്വിയസ്ലി ഡൈവേർജന്റ്. അങ്ങനെ പറഞ്ഞാൽ മതി, ഇത്രയും കോംപ്ലിക്കേഷന്റെ ആവശ്യമില്ല. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത് അറിയോ, ഒരു എക്സ്ട്രാ 1/2 കൂടി എടുത്തിട്ട് ഇതിന്റെ സം എടുത്തിരിക്കുക, എന്നിട്ട് ഇവരുടെ സമ്മ് ഡൈവേർജന്റ് ആയതുകൊണ്ട് ഇത് ഡൈവേർജന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഈ രീതിക്ക് എടുത്താൽ മതി. സ്പ്ലിറ്റ് ഇതൊന്നും എഴുതണം കേട്ടോ, നിങ്ങൾ എഴുതുമ്പോൾ കുറച്ച് സിംപ്ലിഫൈ ആയിട്ട് എഴുതാൻ നോക്കുക, എന്തിനാ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. സിഗ്മ ഈക്വൽ ടു 1 to infinity 2 raised to i മൈനസ് സിഗ്മ ഈക്വൽ ടു 1 to infinity 1/2 raised to i എന്ന് എഴുതാം. ഫസ്റ്റ് സീരീസ് ഡൈവേഴ്സിന്റെ, കാരണം അതിന്റെ കോമൺ റേഷ്യോ 2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ്, രണ്ടാമത്തെ കോമൺ റേഷ്യോ 1/2 ആണ്, ലെസ് ദാൻ 1 ആണ്, സോ ഇത് കൺവേർജന്റും ഇത് ഡൈവേർജന്റും ആണ്. സോ ഇവിടെ ഡിഫറൻസ് എടുക്കുമ്പോൾ ഒബ്വിയസ്ലി ഡൈവേർജന്റ്. ക്ലിയർ? നെക്സ്റ്റ് എക്സാമ്പിൾ, ഷോ ദാറ്റ് ദ ഗിവൻ സീരീസ് 1 + 2 + 3 + 4 + 1/4 + 1/4². കുറച്ച് ഫസ്റ്റ് 4 ടേംസ് ഡിഫറെന്റ് ആയി നിൽക്കുന്നുണ്ട് അല്ലെ, അതിനൊരു ബന്ധമില്ല. ഫസ്റ്റ് 4 ടേംസ് ഇങ്ങനെ, ബാക്കിയുള്ളത് ഒരു കോമൺ ഒരു ജോമെട്രിക് സീരീസ് പോലെ കിടക്കുന്നുണ്ട്. ശരിയാണോ? 1 + 2 + 3 + 4 അത്രേ ഉള്ളൂ, അതിന് എക്സ്ട്രാ ഒന്നുമില്ല, ഇതിന്റെ കൂടെ വേറെ ഒന്നുമില്ല. പിന്നെ 1/4 + 1/4² + 1/4³ + 6 ഇതോട്ടുള്ളത് ഒരു ജോമെട്രിക് സീരീസ് നമുക്ക് കണക്കാക്കാം. സോ എങ്ങനെ എഴുതാം, ഈ 1 + 2 + 3 + 4 ഒന്നും ചെയ്യണ്ട, അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക, കാരണം അതായിട്ട് ഒരു ബന്ധമില്ല, അത് കുറച്ച് ടേംസിന്റെ സമ്മ്. പിന്നെ എന്താ ഉള്ളത്, ഒരു ജോമെട്രിക് സീരീസ്, ഏതാ അത്, സിഗ്മ ഈക്വൽ ടു 1 to infinity 1/4 whole power i അല്ലെ, അതിൽ 1/4 ഇതല്ലേ ജനറൽ ടേം, അതിന്റെ 1/4 power i ആണ് ജനറൽ ടേം. സോ ith ടേം എന്ന് പറയുന്നത് ജോമെട്രിക് സീരീസ് ആണ്, കോമൺ റേഷ്യോ എന്താ 1/4 which is less than 1 ആണ്. ലെസ് ദാൻ 1 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ലെസ് ദാൻ 1 ആയതുകൊണ്ട് ഈ ജോമെട്രിക് സീരീസ് കൺവേർജന്റ് ആണ്. ഈ ഇതിന്റെ സമയം എന്താ, ഇതിന്റെ സമയം എന്താ, 1 + 2 + 3 + 4 ജസ്റ്റ് ആഡ് ചെയ്ത് വെക്കുക, വാല്യൂ നമ്മൾ ആഡ് ചെയ്യുക, എന്താ അത് 4 + 6 7 7 + 3 10. സോ ഈ വാല്യൂ 10, ആ 10 അവിടെ നിന്നോട്ടെ, ഒന്നും ചെയ്യാനില്ല, നമുക്ക് ഈ സീരീസിന്റെ മാത്രം കണക്കാക്കാൻ പറ്റും. 10 എന്ന് പറഞ്ഞ ഒരു വാല്യൂ അല്ലേ, സോ നമ്മൾ സീരീസിന് എടുക്കുമ്പോൾ നമുക്ക് ഒരു വാല്യൂ കിട്ടി. അപ്പൊ ഈ 1 + 2 + 3 + 4 ഒന്നും ചെയ്യാതെ അവിടെ നിർത്തുക, എന്നിട്ട് ഈ ഒരു ജോമെട്രിക് സീരീസിന്റെ കൺവേർജൻസ് പറയാം, ഇത് കൺവേർജന്റ് ആണ്. സോ നമുക്ക് ഈ ഒരു നോക്കാം, നമുക്ക് a/1 - r, ഇവിടെ a എത്രയാ 1/4, r 1/4, സോ a/1 - r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ജസ്റ്റ് 1/3. അപ്പൊ നമ്മൾ ടോട്ടൽ സമയത്ത് ഈ 1 + 2 + 3 + 4 കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അതിന് സമയം എന്താ 10. അപ്പൊ 10 + 1/3 31/3. ഈ 4 ടേംസ് സെപ്പറേറ്റ് നിൽക്കുവാണെങ്കിലും അതേ സമ്മിൽ ആഡ് ചെയ്യണം, അവസാനം വരുമ്പോൾ ചുമ്മാ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലാതെ കൺവേർജൻസിൽ അതിന് വലിയ പങ്കില്ല. ക്ലിയർ? അടുത്തത്, ഷോ ദാറ്റ് ദ ഫോളോയിങ് സീരീസ് വിളിക്കുന്ന പേര് ഹാർമോണിക് സീരീസ്. ഈ സീരീസിന് വിളിക്കുന്ന പേരാണ് ഹാർമോണിക് സീരീസ്. സിഗ്മ 1/, നമ്മൾ ആദ്യം എഴുതിയില്ലേ, ഈ സീരീസ് ഡൈവേർജന്റ് ആണെന്ന് കാണിച്ചു കൊടുക്കാൻ. നമ്മൾ ആദ്യം ഇത് പറഞ്ഞു, എന്താ ith ടേം സീറോയിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട്, അല്ല ith ടേം സീറോ, കോൺവേഴ്സ് ഓഫ് എബോവ് തിയറം, ഏത് തിയറത്തിന്റെ, സിഗ്മ 1/i, ഏത് തിയറത്തിന്റെ ആയിരുന്നു, കൺവേർജന്റ് ആണെങ്കിൽ ith ടേം സീറോയിലേക്ക് പോകും, പക്ഷെ കൺവേർജന്റ് ith ടേം സീറോയിലേക്ക് പോയില്ലെങ്കിൽ കൺവേർജന്റ് അല്ല, ഡൈവേർജന്റ് ആണെന്ന് പറഞ്ഞു നമ്മൾ. ആ തിയറത്തിന് കോൺവേഴ്സ് ആയിരുന്നു, പക്ഷെ ഇതിന്റെ ഡൈവേർജൻസ് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കണേ. ith ടേം സീറോയിലേക്ക് പോകുന്നില്ല എന്ന് പറയാൻ പറ്റുമോ, പക്ഷെ ith ടേം സീറോയിലേക്ക് പോകുന്നുണ്ട് അല്ലെ. 1/i എന്ന് പറഞ്ഞാൽ ith ടേം എങ്ങോട്ടാ പോകണം, i ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ സീറോയിലേക്ക് തന്നെ പോകുന്നത്. സോ ith ടേം സീറോയിലേക്ക് പോകുന്നില്ല എന്ന് പറയാൻ പറ്റില്ല, ആ ടേം ആ ഒരു കൺക്ലൂഷൻ ഇവിടെ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം, ഞാൻ ഈ ഒരു സീരീസിനെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യുന്നു. 1 + 1/2, 1 + 1/2 നമ്മൾ മുന്നേ ചെയ്തിരുന്നു. ഇനി 1/3 + 1/4, അടുത്ത 4 ടേംസ് ഒരുമിച്ചാക്കുന്നു, അടുത്ത 8 ടേംസ് ഒരുമിച്ചാക്കുന്നു, അടുത്ത 16 ടേംസ് ഒരുമിച്ചാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 1/3 + 1/4 എന്താ, ഗ്രേറ്റർ ദാൻ 1/2. ഇത് 4 ആഡ് ചെയ്താലും ഗ്രേറ്റർ ദാൻ 1/2, ഇത് 8 ആഡ് ചെയ്താലും ഗ്രേറ്റർ ദാൻ 1/2. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കിട്ടുക, ഈ ഒരു സീരീസ് നമുക്ക് എടുത്തിരിക്കുന്ന സീരീസ് 1/2 raised to k + 1 തൊട്ട്, അതായത് നമ്മൾ ഈ ജനറൽ ടേം എടുത്തില്ലേ, അതായത് 1/5 നമ്മൾ ഇതിൽ എടുക്കുകയാണെങ്കിൽ 1/5 തൊട്ട് 1/8 വരെ എടുത്തില്ലേ, മൂന്നാമത്തെ പ്രാവശ്യം എടുത്തപ്പോ അത് എന്തുകൊണ്ട് എടുത്ത് 1/2 raised to k - 1 + 1. ഇവിടെ ആവുമ്പോ k യുടെ വാല്യൂ എന്താണ് എടുക്കുക, k യുടെ വാല്യൂ 3 ആയി എടുക്കുക, മൂന്നാമത്തെ ടേം എന്നല്ലേ പറയാം, അപ്പൊ k യുടെ വാല്യൂ 3 എടുക്കുമ്പോൾ 2² + 1, 1/2² + 1, 1/5. 1/5 തുടങ്ങി എവിടെ വരെ, 1/2 power k വരെ, 1/2³ വരെ, 1/8 വരെ. ക്ലിയർ? അതായത് k ക്ക് 1 കൊടുക്കുന്നു,
നമ്മൾ എടുക്കുന്ന വാല്യൂല് കെക്ക് പുട്ട് കെ ഈക്വൽ ടു 1. കെ 1 കൊടുക്കുമ്പോൾ നമ്മുടെ വാല്യൂ എന്താ 1/2 എന്ന് മാത്രം, 1 എന്ന് മാത്രം. അത് അടുത്ത ടേം കൊടുക്കുമ്പോൾ 1/2, അതും കുഴപ്പമില്ല. ഇവിടെ കെക്ക് 3 കൊടുക്കാം. ജനറൽ ടേം കണ്ടുപിടിക്കാനായിട്ട് കെക്ക് 3 കൊടുക്കുമ്പോൾ 1/2 raised to k minus 1 plus 1 ശരിയാവുന്നുണ്ട്. 1/2 square plus 1 5, 1/5 ശരിയല്ലേ? അടുത്ത 1/2 raised to k minus 1 plus 2, 2 square plus 2 6, അടുത്ത 2 square plus 3 7, 2 square plus അടുത്ത അവസാനത്തെ ടേം എന്താ 2 raised to k, അപ്പൊ 2 cube 1/8. അതിന്റെ ജനറൽ ടേം എഴുതിയിരിക്കുക വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഇതിനേക്കാളും എല്ലാം 1/2 raised to k ആയിട്ടുള്ളത് 1/2 raised to k plus 1/2 raised to k plus etc. 8 തവണ 1/8 ആഡ് ചെയ്ത് എന്താ കിട്ടുക? അല്ല 4 തവണ 1/8 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1/2 കിട്ടും. അതായത് നമ്മൾ ഇങ്ങനെ എടുക്കുന്ന ടേംസ് എല്ലാം 1/2-നേക്കാളും വലുതായിരിക്കും. ക്ലിയർ? അപ്പൊ അതിന്റെ nth ടേം നമുക്ക് 1 plus 1/2 മാറ്റല്ലേ, ഇതിന് ഇങ്ങനെ എഴുതി, ഇതിന് 4 ഇങ്ങനെ സെപ്പറേറ്റ് എഴുതി. ഇതെന്താ ഈക്വൽ ടു 1/2. ഇതെന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1/2. അപ്പൊ നമുക്ക് ഇവിടെ ഗ്രേറ്റർ ദാൻ ഇട്ട് കഴിഞ്ഞാൽ 1 plus 1/2 plus ഗ്രേറ്റർ 1/2. ഇതിന് ഗ്രേറ്റർ 1/2. എത്ര ടൈംസ് വരും? k ടൈംസ് വരും. ഇത് k ടേം അല്ലേ? ഓക്കെ, ഇതാകുമ്പോ തേർഡ് ടേം ആകുമ്പോൾ 2 ക്യൂബ്. അപ്പൊ ഇവിടെ k ടേം ആകുമ്പോൾ k 2 raised to k, which means ഈ 1/2 ഗ്രേറ്റർ ദാൻ 1/2 plus 1/2 plus 1/2 എത്ര ടൈംസ് വരും? k ടൈംസ്. അപ്പൊ ഇവിടെ ഗ്രേറ്റർ ദാൻ എഴുതിയിട്ട് അകത്തൊക്കെ നമുക്ക് 1/2 കൊടുക്കാൻ പറ്റും. ഗ്രേറ്റർ ദാൻ 1/2 എന്ന മീനിങ്. ഇതെന്താ 1/2 k ടൈംസ് ആഡ് ചെയ്ത് വെച്ചാൽ k/2 അല്ലെ? 1/2 k ടൈംസ് ആഡ് ചെയ്ത് k into 1/2, പക്ഷെ 1 plus 1 k/2. ക്ലിയർ? സോ s എന്ന് പറയുന്നത് 1 plus k/2-നേക്കാളും വലുതാണ്. sn ഗ്രേറ്റർ ദാൻ 1 plus k/2. ഇനി നമ്മൾ ഈ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്നത് ഇൻക്രീസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയല്ലേ? അതുകൊണ്ട് ഇത് എന്താണ് ഒരു പാർഷ്യൽ സം സീക്വൻസ് കൺവേർജന്റ് അല്ല. ഇതൊരു ഹാർമോണിക് സീരീസ് ആണ്. ഈ സീരീസിനെ വിളിക്കുന്ന പേരാണ് ഹാർമോണിക് സീരീസ്. ഈ ഒരു സീരീസ് കൺവേർജന്റ് അല്ല എന്ന് കിട്ടും. ക്ലിയർ? അത്രേ ഉള്ളൂ ഈ കൺസെപ്റ്റ്. ഓക്കെ, താങ്ക് യു.